കുമ്പളങ്ങാട് ബിജു വധക്കേസിൽ പ്രതികൾക്ക് ആജീവനാന്തം തടവും 11,52,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് AC മൊയ്തീൻ MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 105 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച വാഴക്കോട് പ്ലാഴി റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അപകടാവസ്ഥയിൽ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തെ ജനജീവിതം ദുസ്സഹമാക്കി ദേശീയപാത നിർമ്മാണം. ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. കയ്പമംഗലത്തും എടത്തിരുത്തിയിലും വെള്ളക്കെട്ട് രൂക്ഷം. പെരിങ്ങാട്ടുപുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ചാവക്കാട് നഗരസഭയിലെ കേന്ദ്രീകൃത ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് നാടിന് സമർപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M. രാജേഷ്. വാർത്തകൾ വിശദമായി. കുമ്പളങ്ങാട് CPM പ്രവർത്തകൻ ബിജു വധക്കേസിൽ പ്രതികളായ BJP പ്രവർത്തകരെ ശിക്ഷിച്ചു. തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് KM രതീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. 8 പ്രതികൾക്കും ആജീവനാന്തം തടവും 11,52,000 രൂപ പിഴയും വിധിച്ചു. 1ാം പ്രതി മൂരായിൽ ജയേഷ്, ഇരവക്കുളങ്ങര സുമേഷ്, കുറ്റിക്കാടൻ വീട്ടിൽ സെബാസ്റ്റ്യൻ, തൈക്കാടൻ ജോൺസൺ, കിഴക്കോട്ടിൽ കുജേലൻ, ബിജു എന്ന ബിജു, കരിമ്പനവളപ്പിൽ സജീഷ് എന്ന സതീഷ്, കരിമ്പനവളപ്പിൽ സനീഷ്, സുനീഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. ഇതുകൂടാതെ വിവിധ വകുപ്പുകളിലായി 12 വർഷം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. 2010 മെയ് 16-ന് കുമ്പളങ്ങാട് വായനശാലയ്ക്ക് സമീപം വെച്ചാണ് ചാലയ്ക്കൽ തോമസ് മകൻ ബിജുവിനെ കൊലപ്പെടുത്തിയത്. 6ാം പ്രതിയായ രവി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KD ബാബു, അഡ്വക്കേറ്റ് ശരത് ബാബു, അഡ്വക്കേറ്റ് രേഷ്മ എന്നിവർ കോടതിയിൽ ഹാജരായി. വടക്കാഞ്ചേരി CI ആയിരുന്ന ഇപ്പോഴത്തെ ഗുരുവായൂർ ACP TS സിനോജാണ് കേസന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കരുവന്നൂർ ബാങ്ക് അഴിമതി കേസിൽ MLA AC മൊയ്തീനെതിരെ ED കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ MLAയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുന്നംകുളം കടവല്ലൂർ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രതിരോധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുന്നംകുളത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് MLA AC മൊയ്തീന്റെ ക്യാമ്പ് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. കരുവന്നൂർ ED കേസ് വിവാദത്തിൽ CPM-നെതിരെയും UR പ്രദീപ് MLA-ക്കെതിരെയും തുറന്നടിച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റുമായിരുന്ന PM അനീഷ്. കോൺഗ്രസ് ജനാധിപത്യ രീതിയിൽ സമരം നടത്തിയതിൽ CPM-ന് അസഹിഷ്ണുതയാണെന്നും അത് നേതാക്കളുടെ മുഖം രക്ഷിക്കാനാണെന്നും PM അനീഷ് പറഞ്ഞു. ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ട ഭാഷയല്ല ചേലക്കര MLA പ്രതികരിച്ചതെന്നും അനീഷ് പറഞ്ഞു. K. രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലും MP ആയിരിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ CPIM വല്ലാതെ അസഹിഷ്ണുതരാകുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ ED-യുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിട്ടുള്ള എല്ലാ കേസുകളും സംഘപരിവാർ സർക്കാരുകൾ കേസെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ED കേസെടുത്തിട്ടുള്ളത്. 105 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച വാഴക്കോട് പ്ലാഴി റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അപകടാവസ്ഥയിൽ. ചേലക്കര ടൗണിലും പഴയന്നൂർ ടൗണിലും മാസങ്ങളോളം എടുത്തു നിർമ്മിച്ച കോൺക്രീറ്റ് റോഡാണ് പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. പുത്തൻപള്ളിക്ക് സമീപം പൊട്ടിയ കോൺക്രീറ്റ് റോഡ് വലിയ പാളികളായി പിളർന്ന് ഇളകുന്ന അവസ്ഥയിലാണ്. RC പള്ളിക്ക് സമീപവും കോൺക്രീറ്റ് റോഡ് തകർന്നിട്ടുണ്ട്. വാഴക്കോട് പ്ലാഴി റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് പുതിയ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് ആക്ഷേപം. വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച പുതിയ റോഡ് വെള്ളപ്പൊക്കത്തിനു മുന്നേ തകരുന്ന കാഴ്ച TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. അശാസ്ത്രീയ നിർമ്മാണം മൂലം പല ഭാഗങ്ങളിലും പുതിയ നിർമ്മാണം പൊളിയുന്നത്
ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. TCV ചേലക്കര. ദേശീയപാതാ നിർമ്മാണം കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കോട്ടപ്പുറം പാലത്തിന് സമീപം താമസിക്കുന്ന 8ഓളം കുടുംബങ്ങളാണ് വികസനത്തിന്റെ ഇരകളായി മാറുന്നത്. റോഡ് നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ ഇവർക്ക് സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. വേനൽക്കാലത്ത് അന്തരീക്ഷ മലിനീകരണമായിരുന്നു പ്രധാന പ്രശ്നം. എന്നാൽ മഴ പെയ്തതോടെ വീടുകൾ ചളിവെള്ളത്തിലായ നിലയിലാണ്. റോഡിലൂടെ ഒഴുകിവരുന്ന മലിനജലം താഴെയുള്ള വീടുകളുടെ ചുറ്റിലുമായി കെട്ടിനിൽക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും മുറ്റത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. നിർമ്മാണത്തിലിരിക്കുന്ന റോഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൽപ്പൊടി മഴവെള്ളത്തോടൊപ്പം വീട്ടുമുറ്റത്തേക്ക് കുത്തിയൊലിച്ചു വരികയാണ്. 2 നില വീടുകളിൽ താമസിക്കുന്നവർ വീടിന്റെ താഴത്തെ നില ഉപേക്ഷിച്ച് മുകൾ നിലയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിക്ക് കീഴിൽ നടക്കുന്ന പ്രവൃത്തിയായതിനാൽ നഗരസഭ ഉൾപ്പെടെ ഈ വീട്ടുകാർക്ക് മുന്നിൽ നിസ്സഹായതോടെ കൈമലർത്തുകയാണ്. NH 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുതൽ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റ് തുടങ്ങി അന്നു മുതലുള്ള ദുരിതത്തിലാണ് 8ഓളം വീട്ടുകാർ. ഇവിടെ നിന്നൊഴുകുന്ന ചെളിയും വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല, ചെളി അടങ്ങുന്ന വെള്ളം, ഈ കാണുന്ന ചെളി അടങ്ങുന്ന വെള്ളം മുട്ടോളം വെള്ളമാണ് ഈ പെരക്ക് ചുറ്റും. പക്ഷേ ഈ വിഷയം ഇതൊന്ന് പറയുവാനായി ഈ നിർമ്മാണ കമ്പനിയുമായ കോൺട്രാക്ടറോ അതുമായി വന്ന സൂപ്പർവൈസർമാരോ ഒരാളോടും പറഞ്ഞിട്ട് സൂപ്പർവൈസർമാർ പറയുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയും മാത്രം ഒരു ദുഷ്ടതരം കെടുകാര്യസ്ഥത ജനങ്ങളെ ഇതുപോലെ പീഡിപ്പിക്കുന്നു. ഇനി ഇത്രയും മാത്രം ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ പീഡനം അനുഭവിച്ച് ഇനി എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? റോഡ് നിർമ്മാണ കരാറുകാരുടെ ജീവനക്കാർ ഇവരുടെ പരാതിയോട് പ്രതികരിക്കുന്നില്ല. മനുഷ്യാവകാശ ലംഘനത്തോടൊപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരുന്നുണ്ട്. റോഡ് പണി തീരും വരെ എങ്ങനെ താമസിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. വാഴാനി ഡാം തുറക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് മാറ്റി. പീച്ചി ഡാമിൽ വെള്ളം 1 അടി ഉയർന്നു. 79.24 മീറ്ററാണ് ഡാമിലെ സംഭരണശേഷി. നിലവിൽ 69.15 മീറ്റർ വെള്ളമാണ് ഡാമിൽ ഉള്ളത്. പെരിങ്ങൽകുത്ത് ഡാമിൽ മഞ്ഞ അലർട്ടാണ്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളക്കെട്ടിലാണ്. 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ഇതോടെ കാലവർഷക്കെടുതിയിൽ തകർന്ന വീടുകളുടെ എണ്ണം 180ആയി. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. ഇതോടെ ആകെ ക്യാമ്പുകളുടെ എണ്ണം 12ആയി. വിവിധ വില്ലേജുകളിൽ നിന്നായി 60 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 690 ഹെക്ടർ കൃഷി നശിച്ചു. കനത്ത നഷ്ടമാണ് KSEBിക്കും സംഭവിച്ചിരിക്കുന്നത്. തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കയ്പമംഗലത്തും എടത്തിരുത്തിയിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കനോലിക്കനാൽ കരകവിഞ്ഞ് സമീപത്തെ വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കയ്പമംഗലം ചളിങ്ങാട് പാലിയം താഴം കൂരിക്കുഴി സലഫിക് വടക്ക് ഗ്രാമലക്ഷ്മി ഐരൂർ നഗർ ചന്ദ്രാപിന്നി കോഴിത്തുമ്പ് പപ്പടം നഗർ SN വിദ്യാഭവൻ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു. പള്ളിനട RCUP സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത്. 8ാം വാർഡിലെ പാലിയംചിറ ഭാഗത്തു നിന്നുള്ള 5 കുടുംബങ്ങളിൽ നിന്ന് 14 പേരാണ് ക്യാമ്പിലുള്ളത്. കൂരിക്കുഴി ബാബുൽ ഉലൂം മദ്രസയിലെ ക്യാമ്പിൽ 15 കുടുംബങ്ങളിൽ നിന്നായി 31 പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. എടത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 10 കുടുംബങ്ങളിൽ നിന്നുള്ള 23 പേരാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പുകളിൽ E.T. ടൈസൺ MLA സന്ദർശനം നടത്തി. ഏതായാലും ക്യാമ്പ് സ്കൂളുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും PTയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം നന്നായി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സഹായം, അതിൻ്റെ സഹകരണങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും നൽകുന്നുണ്ട്. നമുക്ക് അറിയാലോ, എപ്പോഴും വിഷമമുള്ളൊരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ നേരിടുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അതിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമവും നന്നായി നടത്തുന്നുണ്ട്. TCV കയ്പമംഗലം. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്.
KSFE Harmony Cheats. Toll-free number 1800-425-3455. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവൽ റോക്കി കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തയിലേക്ക്. കൊരട്ടി ജംഗ്ഷനിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയ അടിപ്പാത നിർമ്മാണത്തിന്റെ മുന്നോടിയായുള്ള പ്രശ്നങ്ങളാണ് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണം. കടകളിലേക്ക് പോലും വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണം മെല്ലെപ്പോക്കിലായതും ദുരവസ്ഥയ്ക്ക് ആക്കം കൂട്ടി. കാലവർഷം തീരാതെ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. മഴ ശക്തിയാകും മുമ്പ് പെരിങ്ങോട് പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. 2021 പെരിങ്ങാട് പുഴയും പുഴയോട് ചേർന്ന കണ്ടൽ പ്രദേശങ്ങളും സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ഇതിനുശേഷം 5.5 കിലോമീറ്റർ ചുറ്റളവുള്ള പെരിങ്ങാട് പുഴയിൽ നിന്ന് ചെളി കോരാനുള്ള നടപടികൾ നിലയ്ക്കുകയായിരുന്നു. ചെളി നീക്കാൻ ജലസേചന വകുപ്പ് 4 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചെങ്കിലും സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള കരട് വിജ്ഞാപനം തടസ്സമായി. പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ ചെളിക്ക് പുറമെ വർഷം തോറും ഇടിയഞ്ചുറ റെഗുലേറ്ററിന് സമീപം നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ട് പൊളിക്കുന്ന മണ്ണും പെരിങ്ങാട് പുഴയിലേക്കാണ് ഒഴുക്കിയിരുന്നത്. പുഴ ആഴം കുറയാൻ ഇതും കാരണമായി. ഇതിനെതിരെ തീരദേശ സംരക്ഷണ സമിതി അംഗങ്ങളും പ്രദേശവാസികളും നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ക്രമാതീതമായി മണ്ണ് പെരിങ്ങാട് പുഴയിൽ അടിഞ്ഞതിനാൽ ആഴം ഗണ്യമായി കുറഞ്ഞ് പലയിടങ്ങളിലും ഉപ്പുവെള്ളം കയറുകയും കൃഷി നശിക്കുകയും ശുദ്ധജല സ്രോതസ് മലിനമാകുകയും മത്സ്യസമ്പത്ത് കുറയുകയും ചെയ്തു. പെരിങ്ങാട് പുഴയിൽ നിന്നും ചെളിയും മണ്ണും നീക്കം ചെയ്യാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. ഈ പുഴയിൽ പൂർണ്ണമായും മണ്ണും ചെളിയും നീക്കിയാൽ മാത്രമാണ് മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ, മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ ലഭ്യത വർദ്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴവെള്ളം പെരിങ്ങാട് പുഴയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കടലിലെ വേലിയേറ്റ സമയത്ത് പെരിങ്ങാട് പുഴയിലാണ് നിലനിൽക്കേണ്ടത്. ഒരു 2.5 മീറ്ററോളം താഴ്ചയുണ്ടായിരുന്ന വലിയ കെട്ടുവള്ളങ്ങൾ വന്നിരുന്ന പുഴയാണ്. ഇതെല്ലാം തൂർന്ന് ഇപ്പോൾ മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രളയത്തിൻ്റെ ഒരു സാധ്യതയിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ മാറ്റണം. പൂർണ്ണമായും ഇപ്പോൾ എടുത്തുള്ള നിലപാടുകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം, തീരുമാനങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കണം. ഇപ്പോൾ എടുത്ത നിലപാടുകൾക്ക് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യും. വർഷക്കാലത്ത് ജില്ലയിൽ നിന്നുള്ള 70% അധികം വെള്ളവും കടലിലേക്ക് ഒഴുകിപ്പോകേണ്ടത് ഇടിയഞ്ചിറ റെഗുലേറ്റർ കടന്ന് പെരിങ്ങാട് പുഴ വഴിയാണ്. പക്ഷേ ആഴം കുറഞ്ഞ പെരിങ്ങാട് പുഴയിൽ ചെളിയും മണ്ണും നിറഞ്ഞ് അധിക വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതുമൂലം പാവറട്ടി, മുല്ലശ്ശേരി, എളവള്ളി ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽപ്പെടുന്നത് പതിവായിരുന്നു. പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ അഡീഷണൽ ഇറിഗേഷന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമേരി കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. TCV ന്യൂസ്, പാവറട്ടി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ മൺസൂൺ മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അധ്യക്ഷതയിൽ ചേർന്നു. മഴക്കാലത്തിന് മുൻപായി വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവലോകനവും മഴക്കെടുതി കുറയ്ക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. അടിയന്തരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വകുപ്പുകൾക്ക് MLA നിർദ്ദേശം നൽകി. 2018 പ്രളയത്തിൽ കുറാഞ്ചേരി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിലവിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു. പുഴയിൽ വെള്ളം കുറയുന്ന മുറയ്ക്ക് മാത്രമേ വാഴാനി ഡാമിലെ അധിക ജലം നിയന്ത്രിക്കുന്നതിനായി ഒഴുക്കിവിടുകയുള്ളൂ എന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മുറിച്ചുമാറ്റും. കോൾ നിലങ്ങളിലും പാടശേഖരങ്ങളിലും ബണ്ടുകളോട് ചേർന്ന്
രൂപപ്പെടുന്ന ചെളിയും ചണ്ടിയും മാലിന്യങ്ങളും സമയബന്ധിതമായി നീക്കം ചെയ്യും. ആവശ്യമായ സ്ഥലങ്ങളിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മഴക്കെടുതി ദുരന്ത നിവാരണ അവലോകന യോഗങ്ങൾ ചേരാനും തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും റവന്യൂ ജല അതോറിറ്റി, KSCB, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, മൃഗസംരക്ഷണം, വനം, ഇറിഗേഷൻ, കൃഷി, ഭക്ഷ്യം, മൈനിംഗ് ആൻഡ് ജിയോളജി, മണ്ണ് സംരക്ഷണം, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. തനൂലി കനാൽ, മത്തിക്കായൽ, പാടങ്ങൾ, തോടുകൾ എന്നിവ കര കവിഞ്ഞു. ചാവക്കാട് വഞ്ചിക്കടവ്, തേക്കാഞ്ചേരി, പുന്ന, തെക്കൻ പാലയൂർ, വട്ടേക്കാട്, കറുകമാട്, എടക്കഴിയൂർ, ഒരുമനയൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. വീടുകളിലേക്ക് വെള്ളം കയറി താമസയോഗ്യമല്ലാത്ത കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കടപ്പുറം പഞ്ചായത്ത് അഞ്ചങ്ങാടിയിലെ ഷെൽട്ടർ തയ്യാറാക്കിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. വേലൂർ തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിൽ കുരുങ്ങിക്കിടന്നിരുന്ന മരത്തടി മുറിച്ചു നീക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭിയുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്. ശക്തമായ കാറ്റിലും മഴയിലും പുഴയിലേക്ക് കടപുഴകി വീണ മരമാണ് ഒഴുകിയെത്തി പാലത്തിൽ തടഞ്ഞു നിന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് പുഴയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിൽ മരം പാലത്തിൽ തടഞ്ഞു നിൽക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മരം മുറിച്ചു നീക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും പുഴയിൽ വെള്ളം ഉയർന്ന് ശക്തമായ ഒഴുക്ക് അനുഭവപ്പെട്ടിരുന്നതിനാൽ ഇതിന് കഴിഞ്ഞില്ല. രാവിലെ വെള്ളം താഴ്ന്ന സാഹചര്യത്തിലാണ് മരം മുറിച്ചു മാറ്റിയത്. മരം പാലത്തിൽ കുരുങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ ദിവസം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. വേലൂർ വെങ്ങിലശ്ശേരിയിൽ റോഡിലേക്ക് കുന്നിടിഞ്ഞു വീണു. ചേർന്തല ശിവക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്കാണ് മണ്ണും കല്ലും മരങ്ങളും ഉൾപ്പെടെ ഇടിഞ്ഞു വീണത്. വഴി പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വാർഡ് മെമ്പർ CD സൈമൺ എന്നിവരും വില്ലേജ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി MB രാജേഷ്. ചാവക്കാട് നഗരസഭ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുയിടങ്ങളിൽ മുഴുവൻ ബിൻ സ്ഥാപിക്കും. ബിൻ സ്ഥാപിക്കാത്ത കടകൾക്ക് ലൈസൻസ് നൽകില്ല. കേറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം നിരോധിക്കുമെന്നും കേരളത്തിൽ 56 ഏക്കർ മാലിന്യപ്പറമ്പുകൾ വീണ്ടെടുക്കാൻ സാധിച്ചെന്നും മാലിന്യമില്ലാത്ത കേരളം സൃഷ്ടിക്കലാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയുടെ പരപ്പിൽ താഴത്തുള്ള 50 സെന്റ് സ്ഥലത്ത് 5800 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ദൈനംദിനം 3 മെട്രിക് ടൺ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള വിൻഡറോ കമ്പോസ്റ്റ് പ്ലാന്റാണ് 1,15 ലക്ഷം രൂപ ചെലവിട്ട് നഗരസഭ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ പ്രചാരകരുമായിട്ട് മാറണം. അല്ലാതെ നാട് വൃത്തിയാകണമെങ്കിൽ ഒരു മനോഭാവം എന്താ വെച്ചാൽ ഞങ്ങൾ തോന്നിയതുപോലെയൊക്കെ കാണിക്കും, തോന്നിയതുപോലെ വലിച്ചെറിയും. മര്യാദയ്ക്ക് മുനിസിപ്പാലിറ്റി എല്ലായിടത്തും വൃത്തിയാക്കിക്കൊള്ളണം. ഇതാണ് മനോഭാവം. 100 വർഷത്തിലധികമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പുന്നേർകുളം അണ്ടത്തോട് GM LP സ്കൂളിന് സ്വന്തമായ കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ തുടങ്ങിയവർ പങ്കെടുത്തു. അതോടൊപ്പം അർബൻ മിഷനിൽ നിന്ന് 1 കോടി കിട്ടി. 85 ലക്ഷം. പഞ്ചായത്ത് 32 ലക്ഷം സ്ഥലം വാങ്ങാൻ. ശ്രീ പുതിയടത്ത് സോമൻ 15.5 ലക്ഷത്തിന് സ്ഥലം വാങ്ങിക്കൊടുത്തു. ഇനി പ്ലാൻ ഫണ്ട് എന്നൊരു 3 കോടി. അപ്പൊ എല്ലാം കൂടി ഈ ഒരു LP സ്കൂളിന് വേണ്ടി ചെലവഴിക്കുന്നത് 5 കോടിയാണ്. 5 കോടിയാണ്. ലോകോത്തര നിലവാരത്തിൽ സ്ഥാപിതമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന ട്രഷറിയുടെ പങ്ക് വലുതായിരുന്നുവെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ തുകയാണ് ഓരോ വർഷവും ട്രഷറിയിൽ വിനിമയം നടക്കുന്നത്. കഴിഞ്ഞ വർഷം ചില പരാതികൾ ഉയർന്നെങ്കിലും ഇക്കുറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 110% ഫണ്ട് അനുവദിക്കാനായി. ട്രഷറി മേഖലയിൽ വലിയ നവീകരണങ്ങൾ നടക്കുകയാണ്. ഇടത് സർക്കാരിന്റെ തുടർഭരണമാണ് ഇതിന് വഴിയൊരുക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. നഗരസഭാ ടൌൺഹാളിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹന്നാൻ MP, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ട്രഷറി ഡയറക്ടർ വി സാജൻ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. 3 ലക്ഷം കോടിയോളം രൂപ ഒരു വർഷം കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ ട്രഷറി. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിനേക്കാളും അധികം, കാരണം പണം വരണം പോകണം അങ്ങനെയൊക്കെ ഉള്ളത് റിസർവ് ബാങ്കിന്റെ ദൈനംദിനമായ കണക്ഷനിലാണ്. അവിടുന്നുള്ള സോഫ്റ്റ്വെയർ ഇക്യുവെയറും മറ്റ് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറും വഴിയാണ് ഇതിന്റെ ഓപ്പറേഷൻ. ട്രഷറിക്കകത്ത് 1 രൂപ അധികം ചെലവാക്കാൻ പറ്റില്ല. ഒരു ദിവസം ചെലവാക്കാനുള്ള അല്ലെങ്കിൽ ഒരു മാസത്തെ നമ്മുടെ പരിധിക്കപ്പുറം ചെലവാക്കാൻ പറ്റില്ല. കാരണം അത്രയും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തൃശൂർ, പാലക്കാട് ജില്ലകളെയും തിരുവില്ലാമല, തരൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തോട്ടുംപള്ളപ്പാലം പൊളിഞ്ഞതിനാൽ കിലോമീറ്ററുകളോളം ചുറ്റിപ്പോകുന്ന ബസ്സുകൾക്ക് വൻ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ. ബസ്സുകൾ നടുവത്തപ്പാറ, ചൂലനൂർ വഴിയും പട്ടിപ്പറമ്പ്, ഏരുകുളം വഴിയുമാണ് പോകുന്നത്. ഇതുമൂലം 17 കിലോമീറ്ററോളം അധിക ദൂരമാണ് ബസ്സുകൾക്ക് സർവീസ് നടത്തേണ്ടി വരുന്നതെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ഗോപാൽ TCVയോട് പറഞ്ഞു. ബസ്സുകൾ വഴിതിരിച്ചു വിടുന്നതിനാൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയും സമയനിഷ്ഠ പാലിക്കാൻ കഴിയാത്തതിനാൽ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷവും പതിവാണ്. നിലവിൽ സർവീസുകൾ നിർത്തിവെക്കേണ്ട അവസ്ഥയാണെന്നും രാജീവ് ഗോപാൽ പറഞ്ഞു. അടിയന്തരമായി താൽക്കാലിക ബണ്ട് പുനഃസ്ഥാപിക്കണമെന്ന് ബസ്സുടമകൾ ആവശ്യപ്പെട്ടു. ബസ്സുകാരും നാട്ടുകാരും യാത്രക്കാരും എല്ലാവരും ഏറ്റവും കൂടുതൽ അതിൽ പറയാൻ ബുദ്ധിമുട്ട് ബസ്സുകാരുടെ ഭാഗത്താണ്. ബസ്സുകാരുടെ ആലത്തൂർ, തിരുവില്ലാമല, ഒറ്റപ്പാലം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്താൻ പറ്റാതെ ഇപ്പോൾ വളഞ്ഞ വഴി കൂടെ പോകണം. പഞ്ചായത്ത് റോഡ് കൂടെ പോകണം. പഞ്ചായത്ത് റോഡ് കൂടെ പോയി എതിരൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കിലോമീറ്ററോളം വളഞ്ഞതാണ്. ചാലക്കുടി വെട്ടുകടവ് പുഴപ്പാലത്തിന്റെ അനുബന്ധ റോഡിൽ രൂപം കൊണ്ട ഗർത്തത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. പാലത്തെയും അപ്രോച്ച് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ മണ്ണ് വൻതോതിൽ ഒലിച്ചുപോയതാണ് ഇവിടെ ഗർത്തം രൂപപ്പെടാൻ ഇടയാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് കാണപ്പെട്ട ചെറിയ കുഴിയാണ് സ്ഥിരമായി മഴവെള്ളം ഒലിച്ചിറങ്ങി ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. കാലവർഷം കനത്തതോടെ എറവ് ആറാങ്കല്ലിൽ റോഡ് തകർന്ന നാട്ടുകാർ ദുരിതത്തിലായി. ജൽജീവൻ മിഷനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ കഴിഞ്ഞ പ്രദേശമാണ് തകർന്നു കിടക്കുന്നത്. റോഡ് പൊളിച്ചത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ധാരണപ്രകാരമുള്ള സംഖ്യ വാട്ടർ അതോറിറ്റി നൽകിയില്ല എന്ന് പറഞ്ഞ റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ പണി നിർത്തിപ്പോയതായി പറയുന്നു. ഇതുമൂലം തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ നിന്ന് വരുന്ന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന എറവ് കൈപ്പിള്ളി റോഡിൽ ആറാങ്കല്ല് സെന്റർ ചെളിക്കുളമായി കിടക്കുകയാണ്. പല വാഹനങ്ങളും നിർമ്മാണം പൂർത്തിയായ ശേഷം ബലപ്പെടുത്താതെ ജലസേചന വകുപ്പിന്റെ ചതിക്കുഴിയിൽ വീഴുന്നത് പതിവാണ്. വൈദ്യുതി മുടങ്ങിയാൽ സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ പ്രവർത്തനം നിലയ്ക്കും. UPS തകരാറിലായതാണ് കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമാകാൻ ഇടയാക്കിയിട്ടുള്ളത്. കനത്ത മഴയും കാറ്റും കാരണം വൈദ്യുതിയില്ലാത്തതിനാൽ പല രജിസ്ട്രാർ ഓഫീസുകളും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പൂർണ്ണമായും പ്രവർത്തിച്ചിട്ടില്ല. കാലവർഷം കനക്കുന്നതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും.
സംസ്ഥാനത്ത് ആകെയുള്ള 315 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ 70 സ്ഥലത്തും ഒരു വർഷത്തിലേറെയായി ഈ അവസ്ഥ നിലനിൽക്കുകയാണ്. തൃശൂർ ജില്ലയിലെ മാള, അന്നമനട, വടക്കുംകര, അന്തിക്കാട്, കാട്ടൂർ, വടക്കാഞ്ചേരി, മുണ്ടൂർ, വാടാനപ്പള്ളി, ഒല്ലൂക്കര ഉൾപ്പെടെ സംസ്ഥാനത്തെ 70 സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ UPS തകരാർ സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫീസർമാർ പരാതിപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. അതാത് ജില്ലയിലെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ നടത്തുന്ന പ്രതിമാസ യോഗങ്ങളിൽ സ്ഥിരമായി ഈ പരാതി ഉന്നയിക്കാറുണ്ട്. വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി എഴുതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജില്ലയിൽ തന്നെ 16 സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ UPS സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ താറുമാറിലാവുകയാണ്. പലപ്പോഴും ആധാർ രജിസ്റ്റർ ചെയ്യുന്നവര്, വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യുന്നവര്, അതുപോലെ ബാധ്യത സർട്ടിഫിക്കറ്റിന് വരുന്ന നിരവധി ആളുകളാണ് ഇത് സമയാധിഷ്ഠമായി നടക്കാത്തതിന്റെ പേരിൽ മടങ്ങി പോകേണ്ടത് വരുന്നത്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം മാളയിലെല്ലാം 2 വർഷത്തോളമായി UPS സംവിധാനം ഇല്ലാതിരിക്കുകയാണ്. പലപ്പോഴും രജിസ്ട്രേഷൻ നടപടികൾക്കിടയിലാണ് വൈദ്യുതി മുടങ്ങാറുള്ളത്. കഴിഞ്ഞ ദിവസം മാള സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം രജിസ്ട്രേഷനു വേണ്ടി ഒരാൾ ജനറേറ്റർ വാടകയ്ക്ക് കൊണ്ടുവന്നാണ് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചത്. മഴക്കാലമായതോടെ വൈദ്യുതി നിരന്തരം പോകുന്നതിനാൽ അത്യാവശ്യ രജിസ്ട്രേഷൻ, പകർപ്പെടുക്കൽ, കുടിക്കടം എന്നിവയ്ക്കായി നിരവധി തവണ സബ് രജിസ്ട്രാർ ഓഫീസിൽ കയറിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ്. വലിയ വരുമാനമുള്ള രജിസ്ട്രേഷൻ ഓഫീസിൽ ഉൾപ്പെടെ UPS തകരാറിലായി 1.5 വർഷം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ മാള ഓഫീസിലെത്തിയ പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് തട്ടകത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ UPSന്റെ ബാറ്ററി തകരാറിലായത് സംബന്ധിച്ച് പരാതികളുണ്ട്. ബാറ്ററികളുടെ സ്വാഭാവിക തകരാർ മാത്രമാണ്. അടുത്ത മാസം വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തിയ ശേഷം തകരാറുകൾ പരിഹരിക്കാനുള്ള AS ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് IG ഓഫീസിലെ IT വിഭാഗം സൂപ്രണ്ട് അറിയിച്ചു. TCV മാള. ട്രെയിൻ യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഒരു ട്രാക്ക് കൂടി ആവശ്യമാണെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തി നൽകണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ റെസ്റ്റോറന്റ് അടക്കമുള്ളവ വളരെ മോശം സ്ഥിതിയിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമൃത് ഭാരത് പദ്ധതിയിൽ സ്റ്റേഷനിലെ ഉൾപ്പെടുത്തുന്ന കാര്യം സജീവ പരിഗണനയിലാണ്. സ്റ്റേഷന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ ഉദ്യോഗസ്ഥർ, പാസഞ്ചർ അസോസിയേഷൻ പ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. BJP നേതാക്കളായ AR ശ്രീകുമാർ, കൃപേഷ് ചെമ്മണ്ട, ആർച്ച അനീഷ് എന്നിവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ ബൃഹത്തായ ഒരു പദ്ധതി എന്ന് പറയുന്നത് അടുത്ത ഫേസാണ്. അമൃത് ഭാരത് സ്റ്റേഷൻസിന്റെ അടുത്ത ഫേസിൽ ഇരിങ്ങാലക്കുട ഉണ്ടാവണം. തൃശൂർ കോർപ്പറേഷൻ എറിയാട് പഞ്ചായത്തിന് നൽകിയ 2 കോടി രൂപ ചിലവഴിച്ച് പൂർത്തീകരിച്ച വലിയതോട്, പെരുന്തോട്, ബ്ലാങ്ങച്ചാൽ തോട് നഗരസഞ്ചയ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, പഞ്ചായത്ത് അംഗം PK മുഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി സെറീന അലി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കേരളത്തിൽ വികസന തുടർച്ചയുണ്ടായതുകൊണ്ട് പദ്ധതികൾ പൂർണ്ണതയോടെ ജനങ്ങൾക്ക് സമർപ്പിക്കാനാവുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇടപാടുകൾക്കപ്പുറം സൗഹൃദത്തിന്റെ കേന്ദ്രം കൂടിയാണ് ട്രഷറികളെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. പ്രമുഖ നർത്തകി കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ അധ്യക്ഷനായി. സെക്രട്ടറി PS പ്രസാദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അനുസരിച്ച് മുന്നോട്ട് പോകുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ.
ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പിള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗം K വൃന്ദകുമാരി, MPTA പ്രസിഡന്റ് നിജി വത്സൻ, പ്രധാനാധ്യാപകൻ T അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഏനാമാവ് പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ കോഞ്ചിറമുത്തിയുടെ 8ാമിട തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജീവധാര പദ്ധതിയുടെ ഭാഗമായി മുരിയാട് പഞ്ചായത്തിൽ നടക്കുന്ന ലഹരി പ്രതിരോധ പ്രവർത്തനം വേണ്ട 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. 2 മാസം നീണ്ടുനിൽക്കുന്ന തീവ്ര പ്രചരണമാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗൃഹസദസ്സുകൾ, ക്ലാസ് റൂം സദസ്സുകൾ, സൈക്കിൾ റാലി, സങ്കേത പര്യടനം, കൌൺസിലിംഗ്, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം, ലഹരിക്കെതിരെ എന്റെ കയ്യൊപ്പ്, കലാകായിക, പാടിലഹരി തുടങ്ങിയവയൊക്കെ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ റൂറൽ SP കൃഷ്ണകുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ ഡോക്ടർ U സലീം, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ, ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ കോഓർഡിനേറ്റർ മഞ്ജു വിൽസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ്, KU വിജയൻ എന്നിവർ സംസാരിച്ചു. ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ, കുടുംബശ്രീ, ജനമൈത്രി പോലീസ്, എക്സൈസ് വകുപ്പ്, ആരോഗ്യവകുപ്പ്, ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവരുടെ സംയുക്ത സഹകരണത്തിലാണ് ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട. പേയിളകി എന്ന് സംശയിക്കുന്ന നായയ്ക്ക് ആശ്രയം പഞ്ചായത്തിന്റെ മിനി MCF. എരവ് സ്കൂളിന് സമീപം 1ാം വാർഡിൽ പേയ് ഇളകിയതെന്ന് സംശയിക്കുന്ന നായയെ നിരീക്ഷണത്തിനായി അരിമ്പൂർ പഞ്ചായത്തിന്റെ മിനി MCFൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസം പിന്നിട്ടു. വാർഡംഗം ജെൻസൺ ജെയിംസിന്റെ മേൽനോട്ടത്തിലാണ് നായയ്ക്ക് വേണ്ട ഭക്ഷണവും മരുന്നും എത്തിച്ചു നൽകി പരിചരിക്കുന്നത്. തളിക്കുളത്തെ അനിമൽ സ്ക്വാഡ് പ്രവർത്തകരുടെ സഹായത്തോടെയാണ് നായയെ എരവ് പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള അരിമ്പൂർ പഞ്ചായത്തിന്റെ മിനി MCFൽ എത്തിച്ചത്. നായയ്ക്ക് നിലവിൽ പേവിഷബാധ ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് അരിമ്പൂർ വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർ രാധിക ശ്യാം പറഞ്ഞു. പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നവീകരണ കലശ സഹസ്ര കലശാഭിഷേകം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രായശ്ചിത്ത ഹോമം, കലശാഭിഷേകം, ശാന്തി ഹോമ കലശാഭിഷേകം, പാണി തത്തുകലശാഭിഷേകം തുടങ്ങിയവ നടന്നു. ഇരിങ്ങപ്പുറം ടീം ഓഫ് തിരുവോണം ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ ജ്യോതിരാജ് ഇരിങ്ങപ്പുറം ഉദ്ഘാടനം ചെയ്തു. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ശരണ്യ സലേഷ്, അനി, രൂപേഷ്, പ്രവിത തുടങ്ങിയവർ സംസാരിച്ചു. കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. ചാവക്കാട് പഞ്ചവടി സ്വദേശി പുളിക്കൽ വീട്ടിൽ നജീബിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ R ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ചാവക്കാട് പോലീസ് 19ാമത്തെ ആൾക്കെതിരായാണ് കാപ്പ നിയമപ്രകാരം നടപടിയെടുക്കുന്നത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മാണം എങ്ങുമെത്തിയില്ല. നിലവിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര, ഷീറ്റും സീലിംഗും ഇരിപ്പിടവും തകർന്ന അവസ്ഥയാണ്. സ്റ്റീൽ നിർമ്മിത ഇരിപ്പിടങ്ങളുടെ സ്ഥാനത്ത് കുത്തിനാട്ടിയ 7 ഇരുമ്പുകമ്പികൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അതേസമയം കാലങ്ങളായി ശോച്യാവസ്ഥയിൽ കിടക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണത്തിനാവശ്യമായ ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ പുനർനിർമ്മാണം നടത്തുമെന്നും ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു. വൈസ്മൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൌൺ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ചുമതലയേൽക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് നന്ദിക്കരയിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വിജയകുമാർ പുതുക്കാട്ടിൽ, KL സുരേഷ്, K മുരളീധരൻ, വർഗീസ് കോക്കാടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,733 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജു വധക്കേസിൽ പ്രതികൾക്ക് ആജീവനാന്തം തടവും 11,52,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് AC മൊയ്തീൻ MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 105 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച വാഴക്കോട് പ്ലാഴി റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അപകടാവസ്ഥയിൽ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തെ ജനജീവിതം ദുസ്സഹമാക്കി ദേശീയപാത നിർമ്മാണം. ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. കയ്പമംഗലത്തും എടത്തുരുത്തിയിലും വെള്ളക്കെട്ട് രൂക്ഷം. പെരിങ്ങാട് പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ചാവക്കാട് നഗരസഭയിലെ കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് നാടിന് സമർപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.